തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് സജിമോൻ വർഗീസിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. 5-ാം വയസ്സിലുണ്ടായ ചികിത്സാ പിഴവിനെ തുടർന്ന് ഇരുകാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട സജിമോൻ വർഗീസ് തൻ്റെ ശാരീരിക പരിമിതികളെ ക്രിസ്തുവിശ്വാസത്തിൽ മറികടന്ന് സഞ്ചാര സുവിശേഷകനായി സുവിശേഷത്തിൻ്റെ വയലുകളിൽ വേല ചെയ്യുകയാണ്. ദോഷിയാമെന്നെയും എന്നെയും നാഥ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീ അതു മറക്കാതെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയ്ക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞു സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു മീഡിയയിൽ എൻ്റെ അനുഭവസാക്ഷ്യം പ്രസ്താവിക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ പേര് സജിമോൻ വർഗീസ് എന്നാണ്. എനിക്ക് ഇപ്പോൾ 51 വയസ്സുണ്ട്. ഞാൻ ജനിച്ചത് പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിലാണ് ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ, പിതാവിൻ്റെ പേര് വർഗീസെന്നും അമ്മയുടെ പേര് സരോജിനി എന്നാണ്. ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. ജ്യേഷ്ഠൻ മരിച്ചുപോയി. ഇനിയും പെങ്ങളും ഞാനും മാത്രമേ ഇനിയുള്ളൂ. ഞാൻ 1ൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വൈകല്യം സംഭവിക്കുന്നത്. ഒരു ജലദോഷം സംഭവിച്ചു. ഇഞ്ചക്ഷൻ എടുത്തു, മരുന്ന് മാറിപ്പോയി. അനന്തരം എൻ്റെ കാലുകൾ രണ്ടും തളർന്നു പോയി. 70% ഞാൻ വൈകല്യമുള്ള ആളാണ്. ഉടനെ ഇഞ്ചക്ഷൻ എടുത്ത മരുന്ന് മാറി. പത്തനാപുരത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ നിന്ന് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് എൻ്റെ ബോഡിയാണ് പത്തനാപുരം നാട്ടിലേക്ക് അഥവാ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ള പ്രിയപ്പെട്ടവരോ ആ നാട്ടിലുള്ളവർ ആരാണ്ടൊക്കെ ശരീരത്തെ സ്പർശിച്ച് നോക്കിയപ്പം മനസ്സിലായി ജീവനുണ്ട് എന്ന് മനസ്സിലായതിന് ശേഷം വീണ്ടും എൻ്റെ മാതാപിതാക്കൾ എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റുകൾ നടത്തി. 6-7 മാസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കടന്നു. അതിനുശേഷം 2 കാലുകൾക്കും സ്വാധീനമില്ലാതായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ 1 വർഷത്തോളം ഞാൻ ബെഡിൽ കിടക്കുകയായിരുന്നു. അതിനുശേഷം എൻ്റെ മാതാപിതാക്കൾ പെന്തക്കോസ്തുകാരായതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയും ഉപവാസവും ദൈവത്തിൻ്റെ കൃപയും നിമിത്തം ദൈവം എന്നെ എൻ്റെ വൈകല്യ അനുഭവത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. സ്റ്റിക്കിൽ നടക്കുവാൻ ദൈവം ഒരു അവസരം തന്നു. തുടർന്ന് 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം 2 ബൈബിൾ കോളേജിൽ മാറി മാറി പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഏതാണ്ട് 13 വയസ്സുള്ള സമയം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ നിറച്ചു അഭിഷേകം ചെയ്തു. സ്വർഗീയ വെളിപ്പാടോടുകൂടെ ദൈവം എന്നെ അഭിഷേകം ചെയ്തു. അനന്തരം അതിനുശേഷം വീടുകൾ സന്ദർശനവും സുവിശേഷ ലേഖനങ്ങൾ കൊടുക്കുക, പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുക. അനന്തരം സഭയുടെ പ്രവർത്തകനായിട്ട് ഒരു 10-36 വർഷത്തോളം സഭയുടെ പ്രവർത്തകനായിരുന്നു. അനന്തരം ഇപ്പോഴും സഭയുടെ പ്രവർത്തനം ഇല്ല. ഇപ്പം ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മുച്ചക്ര വാഹനമുണ്ട്. അതിൽ ചെറിയൊരു ബോക്സും ഒക്കെ ആയിട്ട് കവലകൾ തോറും ഗ്രാമങ്ങൾ തോറും കയറി വണ്ടിയിൽ പോയി സ്കൂട്ടർ ചെല്ലുന്ന ഭാഗങ്ങളിലൊക്കെ ചെന്ന് സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ടീമിൻ്റെ കൂടെയൊക്കെ പ്രസംഗിക്കുവാനൊക്കെ കടന്നു പോകാറുണ്ട്. അങ്ങനെ കർത്താവ് തൻ്റെ കൃപയാൽ ദൈവം എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി ആപത്തുകൾ കടന്നു വന്നിട്ടുണ്ട്, ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, ഒത്തിരി ഉപദ്രവങ്ങൾ സുവിശേഷ വേല നിമിത്തം ഉണ്ടായിട്ടുണ്ട്. കാരണം ഉപദ്രവിച്ച് എൻ്റെ സ്റ്റിക്ക് പഠിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പലയിടത്തുനിന്നും എനിക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് പലയിടത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പൊതുവിലുള്ള മീറ്റിങ്ങുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇങ്ങനെ പോകുകയാണ്. ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥ. മാതാപിതാക്കളുടെ മരണത്തെ തുടർന്ന് തീർത്തും നിരാലംബനായ സജിമോൻ ഇപ്പോൾ ഏക സഹോദരിയുടെ സംരക്ഷണയിലാണ്
കഴിഞ്ഞു വരുന്നത്. സ്വന്തമായി കിടപ്പാടമില്ല. വൈകല്യത്താൽ ഉളവായ പരാധീനതകളെ മറികടക്കുവാൻ പരസഹായമില്ലാതെ ആവില്ല. നിരന്തരമായ ജീവിത പ്രതിസന്ധികൾക്കും പരീക്ഷണങ്ങൾക്കും നടുവിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തൻ്റെ ജീവിതം തുടരുകയാണ് സജിമോൻ വർഗീസ്. എനിക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല, വീടോ മറ്റൊന്നുമില്ല. ഞാനും ഒരു സഹോദരിയും ആ കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ പോകുന്ന ചർച്ച് അപ്പോസ്തലിക ക്രിസ്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ബെസ്തീത എന്ന് പറഞ്ഞ ഒരു സംഘടനയായിട്ടാണ്, ഒരു ചർച്ചുമായിട്ടാണ് ബന്ധപ്പെട്ട് പോകുന്നത്. പിന്നെ ഒത്തിരി അപകടങ്ങളിലൂടെ കർത്താവ് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ കർത്താവ് കൃപയാൽ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിധങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. ദിനദിന ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി അതിശയകരമായി പ്രത്യാശയോടെ ജീവിക്കുകയാണ്. മാത്രമല്ല സുവിശേഷ വേലയിൽ കുറച്ചുകൂടെയൊക്കെ വിവരമായി ചെയ്യണമെന്ന് താല്പര്യവും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ സാമ്പത്തികമാണ് അതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. അതൊക്കെ ദൈവം അതിൻ്റെ അവസരങ്ങൾ തുറന്നു തന്ന് പുതിയ വഴികളും വാതിലുകൾ തുറന്ന് ദൈവം എന്നെ മാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഈ മുച്ചക്രവാഹനത്തിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ബോക്സ് ഉണ്ട്, ഒരു പഴയതാണ്. അപ്പോൾ അതുമായിട്ട് എൻ്റെ വണ്ടി ചെല്ലുന്ന ഭാഗങ്ങളിലൊക്കെ ചെന്നിട്ട് സുവിശേഷം അറിയിക്കുകയാണ്. സുവിശേഷം അറിയിക്കുക അങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റ് സപ്പോർട്ടുകളൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ വികലാംഗ പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വണ്ടിക്കൂലിയൊക്കെ തരും. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. പിന്നീട് പെന്തക്കോസ്ത് സമൂഹത്തോടും മറ്റുള്ളവരോടുമൊക്കെ അറിയിക്കാനൊരു സന്ദേശം 1 തീമോഥെയോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് നിജപുത്രനായ തീമോഥെയോസിനോട് ലേഖനം എഴുതി അറിയിക്കുന്ന ഒരു ഭാഗമുണ്ട്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ എന്ന ഒരു തിരുവെഴുത്ത് കാണാൻ കഴിയും. അപ്പം ഇവിടെ അനേകം മനുഷ്യന്മാരുണ്ട്. പക്ഷേ ആരാണ് മനുഷ്യൻ, എന്താണ് മനുഷ്യൻ, ആരായിരിക്കണം മനുഷ്യൻ എന്നൊക്കെ തിരുവെഴുത്ത് പറയുന്നുണ്ട്. 1 ദൈവത്തിൻ്റെ മനുഷ്യൻ, ദൈവം വസിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ. 2 മൃഗതുല്യനായ മനുഷ്യൻ. 49-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാം വാക്യം, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി മാറിയാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. 3-ാമത്തെ മനുഷ്യൻ പ്രാകൃത മനുഷ്യനാണ്. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 14-ാം വാക്യത്തിൽ പ്രാകൃത മനുഷ്യൻ. അപ്പം ദൈവം വസിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ. 2 മൃഗതുല്യനായ മനുഷ്യൻ. അപ്പം മാനവെന്ന വാക്കിൻ്റെ അർത്ഥം കീർത്തി എന്ന്. എത്ര കീർത്തിയുള്ള മനുഷ്യനായാലും വിവേകം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ മൃഗതുല്യനാണെന്ന് വചനം പറയുന്നു. 3-ാമത്തെ മനുഷ്യൻ പ്രാകൃത മനുഷ്യൻ. വിശുദ്ധ ബൈബിൾ പറയുന്ന പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉപദേശം അഥവാ ദൈവത്തെ കൈക്കൊള്ളാത്ത മനുഷ്യനാണ് പ്രാകൃത മനുഷ്യൻ. അപ്പം ഈ മൃഗതുല്യവും പ്രാകൃതവുമായ മനുഷ്യത്തിൽ നിന്ന് ഒരു ദൈവ മനുഷ്യനായി, ഒരു നല്ല മനുഷ്യനായി, ദൈവഹിതമെന്താണ് തിരിച്ചറിയുന്നൊരു മനുഷ്യനായി നിത്യതയ്ക്ക് പോകാൻ ഒരുങ്ങാമെന്നുള്ളതായ ഒരു സന്ദേശമാണ് എനിക്ക് സമൂഹത്തോടും ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരോട് കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യനാകണമെങ്കിൽ 1 നാം ലോകത്തെ ത്യജിക്കേണ്ടത് ആവശ്യമാണ്. നിസ്സഹായമായ ജീവിതാവസ്ഥകളിലും ആരും തുണയില്ലാത്ത നിത്യജീവിതത്തിലും ക്രിസ്തുവിശ്വാസത്താൽ ദൈവം തന്നെ തുണ എന്ന ചിന്തയിൽ സുവിശേഷത്തിൻ്റെ വയലുകളിൽ നിരന്തരം തൻ്റെ യാത്ര തുടരുകയാണ് സജിമോൻ വർഗീസ്. ഞാൻ 1-ൽ പഠിക്കുന്ന സമയത്ത് ഇഞ്ചക്ഷൻ എടുത്ത് മരുന്ന് മാറിപ്പോയാണ് എനിക്ക് 2 കാലുകൾക്കും പൂർണ്ണമായിട്ട് വൈകല്യം സംഭവിച്ചത്. ഞാൻ 70% വൈകല്യമുള്ള മനുഷ്യനാണ്. ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉളവാക്കുന്ന മനുഷ്യനാണ്. എനിക്ക് മറ്റൊരാളുടെ പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലും ദൈവം എന്നെ അത്ഭുതകരമായി നടത്തുന്നു. മാത്രമല്ല ഈ ഒരു സാഹചര്യം മറന്നിട്ട് ഞാൻ കവലകൾ തോറും ഗ്രാമങ്ങൾ തോറും എൻ്റെ വാഹനങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് കടന്നു പോകാറുണ്ട്. അങ്ങനെ കടന്നു പോയാണ് ജീവിക്കുന്നത്. അനേക സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. അനേകർ സുവിശേഷത്തോടുള്ളതായ വിരോധ നിമിത്തം എന്നെ ഉപദ്രവിക്കുകയും
എൻ്റെ സെറ്റ് നശിപ്പിക്കാൻ തുടങ്ങുകയും ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഏൽപ്പിക്കാൻ കടന്നു വരികയും അസഭ്യം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ അതൊന്നും വകവയ്ക്കാതെ വണ്ണം ഒരാത്മാവിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുന്ന അല്ലെങ്കിൽ വൈകല്യമുള്ള ഈ ഒരു സാഹചര്യത്തിലും ഞാൻ സുവിശേഷമായിട്ട് കടന്നു പോകുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ സാമ്പത്തികമായൊക്കെ ഒരു വല്ലാത്ത സ്ഥിതിയാണ്. സ്വന്തമായിട്ട് വസ്തുവില്ല, ഭവനമില്ല, മറ്റ് ഹെൽപ്പ് ഒന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലും ദൈവം എന്നെ അതിശയമായി അത്ഭുതമായി നടത്തുന്നുണ്ട്. എൻ്റെ ഈ ശാരീരിക സ്ഥിതി ഇങ്ങനെ ആയിട്ട് പോലും ഞാൻ സുവിശേഷ വേളയിൽ സജീവമായി നിൽക്കാൻ കാരണം ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില മുഴു ലോകത്തേക്കാൾ വലുതാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില മുഴു ലോകത്തേക്കാൾ വലുതാണ്. ഈ ലോകത്തിൽ വിലയുള്ള ചിലതുണ്ട്. ആ വിലയുള്ള ചിലതിനേക്കാൾ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലുതാണ് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ സ്ഥിതിയിലും ഞാൻ ബുദ്ധിമുട്ടും പരിമിതിയുള്ള ആളാണ്. എന്നിട്ടും ഞാൻ സുവിശേഷ വേളയിൽ തീവ്രതയോട് സജീവമായി നിൽക്കാൻ കാരണം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില മുഴു ലോകത്തേക്കാൾ വലുതാണെന്നും അതും വചനത്തിലൂടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വൈകല്യമെല്ലാം മറന്ന്, എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന്, എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസികമായി എല്ലാ അവസ്ഥകളും മറന്നിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ സജീവമായി മുൻപോട്ട് പോവുകയാണ്. ഈ വീഡിയോയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ള സന്ദേശം, നിങ്ങളും കർത്താവിന് വേണ്ടി ജീവിക്കുക, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കുക, നിത്യതയ്ക്ക് പോകാൻ ഒരുങ്ങുക, വിശുദ്ധിയോടും വേർപാടോടും ദൈവഭക്തിയോടും ദൈവഗീതമനുസരിച്ച് ഒരു നല്ല മനുഷ്യനായി നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊള്ളാവുന്നൊരു വ്യക്തിയായി മാറുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഒരുങ്ങേണ്ടത് ആവശ്യം തന്നെയാണ്. നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ. തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഇന്നതെന്ന് മനസ്സിലാക്കി തൻ്റെ ശാരീരിക പരിമിതികൾക്കുള്ളിൽ നിന്നും സഞ്ചാര സുവിശേഷകനായി സുവിശേഷത്തിൻ്റെ വയലുകളിൽ അധ്വാനിക്കുകയാണ് ഇന്ന് സജിമോൻ വർഗീസ്. തിരുന്നു ഞാൻ എൻ്റെ പളുങ്കു കടൽ തിരുന്നു ഞാൻ എൻ്റെ മധുരഗാന രഥമതിലേറെ ഗമിപ്പാൻ, മധുരഗാന രഥമതിലേറെ ഗമിപ്പാൻ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ, നീ അതു മറക്കാതെ നന്നായി വാണിടാം എന്നാളും എന്നു നീ ഓർക്കാതെ, നന്നായി വാണിടാം എന്നാളും എന്നു നീ ഓർക്കാതെ, മണ്ണായി മാറും അഴകേറും നിന്മേ, മണ്ണായി മാറും അഴകേറും നിന്മേ, നിർണയമൊരു നാളിൽ നീ അതു മറക്കാതെ, ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ, നീ അതു മറക്കാതെ. നിൻ പ്രാണൻ പോകും മുൻപാൽമാവിൻ രക്ഷയെ നേടിടാം, നിൻ പ്രാണൻ പോകും മുൻപാൽമാവിൻ രക്ഷയെ നേടിടാം. ശ്രീയേശുപാദേ വരുമോ നീ വേഗം, ശ്രീയേശുപാദേ
വരുമോ നീ വേഗം, കാലം നീ കളയാതെ, നീ അതു മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ, നീ അതു മറക്കാതെ. ലോകത്തോട് വിട വാങ്ങേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ഈ 2026 ഒരു പുതിയ വർഷത്തിൽ തുടർന്നും ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് നിത്യത്തിലെത്താമെന്നുള്ള ആഹ്വാനത്തോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ, നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ. പളുങ്കുകടൽ തീരുന്നു ഞാൻ. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന നിരന്തരമായ പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിലും ക്രിസ്തു വിശ്വാസത്തിൽ തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന സജിമോൻ വർഗീസിന്റെ ജീവിതം അനേകർക്ക് മാതൃകയാണ്. മധുരഗാന രഥമതിലേറെ ഗമിപ്പാൻ, കുഞ്ഞാടിൻ്റെ കൂടെ ഗമിച്ചവർ പാടുമേ മോദാൽ. കുഞ്ഞാടിൻ്റെ സ്വന്തമായി ഒന്നുമില്ലാതെ ശാരീരിക വൈകല്യങ്ങൾക്കും പരാധീനതകൾക്കും നടുവിൽ സുവിശേഷത്തിന്റെ വയലുകളിൽ നിത്യവും അധ്വാനിക്കുന്ന പത്തനാപുരം സ്വദേശി സജിമോൻ വർഗീസിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നിനി ലഭിക്കുമോ മൽ പ്രാണനാഥ, ഇന്നിനി ലഭിക്കുമോ മൽ പ്രാണനാഥ. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. ഇത്രമാം സ്നേഹം ഉയർ കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയർ കൊടുത്തെനിക്കായി. മന്ന